നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മൺസൂൺ കാലം മത്സ്യങ്ങളുടെ കാലമാണ്. മത്സ്യങ്ങൾക്ക് വിളയാനും പെരുകാനും അനുകൂലമായ സാഹചര്യം. ഈ അവസരം മുന്നിൽ കണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ഉൾനാടൻ മത്സ്യകർഷകർക്കായി ധാരാളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മത്സ്യസമൃദ്ധി പദ്ധതി. കുളമൊരുക്കുവാനും ബണ്ടൊരുക്കുവാനും തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിന് സഹായം, മത്സ്യങ്ങളുടെ വിത്ത് മുതൽ വിപണി വരെ മറ്റു സഹായങ്ങൾ. എന്തൊക്കെയാണ് മത്സ്യസമൃദ്ധിയുടെ ആനുകൂല്യങ്ങൾ? അതിനായി എവിടെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നീ വിഷയങ്ങൾ അന്വേഷിക്കുകയാണ് ഇന്ന് കൃഷിദർശൻ. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിഥിയായി ചേരുന്നത് സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറും മത്സ്യസമൃദ്ധി പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറുമായ ശ്രീ എസ് അജയനാണ്. സ്വാഗതം ചെയ്യാം ശ്രീ അജയനെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. സാർ നമസ്കാരം. ഈ നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മത്സ്യസമൃദ്ധി എന്ന വാക്ക് പുതുമയുള്ളതല്ല. ഏതാണ്ട് 2012 ഈ മത്സ്യസമൃദ്ധി പദ്ധതി ഫിഷറീസ് വകുപ്പ് ആരംഭിക്കുന്നത്. ഏകദേശം ഇപ്പോൾ വീണ്ടും ആ ഘട്ടത്തിൽ ഏതാണ്ട് 3 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനം ഏതാണ്ട് 75,000 ടണ്ണിൽ നിന്ന് 3 ലക്ഷം ടണ്ണാക്കി ഉയർത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു 3 വർഷം പിന്നിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഉൽപ്പാദനം? മത്സ്യസമൃദ്ധി പദ്ധതി 2012-15 കാലയളവിലേക്കാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. 2 വർഷം പിന്നിട്ടു. 75,000 ടണ്ണിൽ നിന്ന് 1.5 ലക്ഷമായിട്ട് മത്സ്യകേരളം പദ്ധതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. 1.5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷത്തിലേക്ക് കൊണ്ടുവരിക 3 വർഷങ്ങളിലായി എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഉദ്ദേശിച്ച ടാർഗറ്റ് അനുസരിച്ച് ടാർഗറ്റ് എക്സീഡ് ചെയ്ത് കർഷകരും അതുപോലെ തന്നെ ഉൽപ്പാദന രംഗത്തും ഒരു വലിയ വർധനവ് നേടാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു വിജയമാണ്. വലിയൊരു വിജയമാണ് തീർച്ചയായും. പ്രത്യേകിച്ചും ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ടാർഗറ്റ് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിന് പൊതുവെ സന്തോഷകരമായ ഒരു തീർച്ചയായിട്ടും ഈ ഫിഷറീസ് വകുപ്പ് അത്തരം ധാരാളം നേട്ടങ്ങൾ വകുപ്പിലുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ടൊരു അപാകതയായിട്ട് പലപ്പോഴും തോന്നുന്നത് നിരവധി ഏജൻസികൾ ഫിഷറീസ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ശുദ്ധജല മത്സ്യകൃഷിക്കായി അഡാക്ക് എന്ന് പറയുന്ന ഏജൻസിയുണ്ട്. അലങ്കാര മത്സ്യങ്ങൾക്കായിട്ട് ഫിർമ എന്ന് പറയുന്ന ഏജൻസിയുണ്ട്. അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ വിപണനത്തിനും മറ്റും സഹായിക്കാനായിട്ട് മത്സ്യഫെഡുണ്ട്. അതോടൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡുണ്ട്. ഇതിനൊക്കെ ഉപരിയായി പല ജില്ലകളിലും ഈ ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരു ജോലിയാണ് ഫിഷറീസ് വകുപ്പ് നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോർഡിനേറ്റിംഗ് ചെയ്യുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓരോ വിഭാഗത്തിനുമായിട്ട് ഇപ്പം മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മത്സ്യഫെഡ് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം ശുദ്ധജല മത്സ്യകൃഷിക്ക് കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് സംസ്ഥാന സർക്കാരുകൾ രൂപീകരിച്ചിട്ടുള്ളതാണ് മത്സ്യകർഷക വികസന ഏജൻസികളെന്ന് പറയുന്നത്. റിസോഴ്സ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഫിർമ വരുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു കോർഡിനേറ്റിംഗ് ചെയ്യുന്നത് സാധാരണ ഇവരുടെ എല്ലാം പ്രോജക്റ്റുകൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് സർക്കാരിലേക്ക് പോവുകയും ആവശ്യമുള്ളവ ഇരിക്കാനായിട്ട് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത്. ആ തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിലൊരു കോർഡിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇപ്പം അങ്ങേക്കറിയാവുന്നതുപോലെ തന്നെ ധാരാളം കുളങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ജലാശയങ്ങളുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പരിധിയിൽ ധാരാളം ജലാശയങ്ങൾ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വലിയ സാധ്യതയുള്ള ഡാമുകൾ മത്സ്യകൃഷിക്ക് അനുയോജ്യമായ സാധ്യതകളുള്ള ഡാമുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവയൊക്കെ വളരെ സൗകര്യപ്രദമായി പ്രയോജനപ്പെടുത്താൻ, അതായത് ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്നാൽ ഇവിടുത്തെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊരു കുളം നന്നാക്കി അവിടെ മത്സ്യകൃഷി ചെയ്യണം എന്ന് താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നാൽ എന്തൊക്കെ സഹായങ്ങളാണ് ഫിഷറീസ് വകുപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ തന്നെ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ശ്രീകാര്യം ഭാഗത്ത് ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെ തന്നെ ഒരു കുളം കുറച്ച് ആളുകൾ മുന്നോട്ട് വന്ന് വളരെ നന്നായിട്ട് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ സഹായത്തോടുകൂടി തന്നെ മത്സ്യകൃഷി ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ അദ്ദേഹത്തിന് അവാർഡ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്.
അതുപോലെ തന്നെ റിസർവോയറുകളിൽ ഒക്കെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളെ ഇപ്പം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ വകുപ്പ് പ്രത്യേക ഗ്രൂപ്പുകൾ സൊസൈറ്റികൾക്ക് അത് നിയന്ത്രണം കൊടുത്തിട്ടുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നുണ്ട്. ദേശീയ അതായത് NFDPയുടെ ധനസഹായത്തോടു കൂടി റിസർവോയർ ഫിഷ് കൾച്ചർ നമ്മുടെ റിസർവോയറുകളിലെ മത്സ്യകൃഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. NFDPയുടെ സഹായത്തോടു കൂടി തന്നെ അത്തരത്തിലുള്ള തിരഞ്ഞെടുത്ത ജലാശയങ്ങളിലെ റിസർവോയറുകളെല്ലാം തന്നെ നിലവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നുണ്ട്. ഇതിലുപരി തുറന്ന ജലാശയങ്ങളിലേക്ക് മത്സ്യകൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുറന്ന ജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി ബഹുമാന്യനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി കോഴിക്കോട് നിർവഹിക്കാനിരിക്കുകയാണ്. നമുക്ക് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ളൊരു വിഷയമാണ് ഈ മത്സ്യ കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, അതിലേക്ക് നോക്കാം. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? വിനോദ സർ, വർക്കലയിൽ നിന്ന് വിനോദ്. വർക്കലയിൽ നിന്ന് വിനോദ്. മത്സ്യകൃഷിയൊക്കെ നടത്തുന്നുണ്ടോ? മത്സ്യകൃഷിയിൽ താല്പര്യമുള്ളതാണ് സാർ. ആ വിനോദ് ചോദിച്ചോളൂ. സാറുണ്ട്, അജയ് സാറുണ്ട്, ചോദിച്ചോളൂ. പറയൂ വിനോദ്. സാർ നമസ്കാരം. സാർ യെസ്, നമസ്കാരം. പറയൂ സാർ. ഈ പദ്ധതി പ്രകാരം നമുക്ക് ജലാശയങ്ങളിൽ മത്സ്യകൃഷി നടത്തുന്നതിന് വേണ്ടി പൊതുജലാശയങ്ങൾ വിട്ടുകിട്ടുന്നതിന് എന്താണ് സാർ ചെയ്യേണ്ടത്? പൊതുജലാശയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ളതാണെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് ലീസിന് ലഭിക്കാനായിട്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ബന്ധപ്പെട്ട ഏത് ലോക്കൽ ബോഡിയാണ് അവിടെ ബന്ധപ്പെടുക. പല തദ്ദേശ സ്ഥാപനങ്ങളും അത്തരത്തിലേക്ക് സമീപിക്കുമ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള ഇതാണ് പറയുന്നത് സാർ. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് സാർ? അല്ല, പലപ്പോഴും പിന്നെ ഈ ജിയോയെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് അറിയാത്ത സെക്രട്ടറിമാരായിരിക്കും അങ്ങനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിഷറീസ് വകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അതിനുള്ള ജിയോയും ആവശ്യമായ സഹകരണ നിർദ്ദേശങ്ങൾ അവിടെ ലഭിക്കുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ എവിടെയാണ് സാർ കോൺടാക്ട് ചെയ്യേണ്ടത്? വിനോദ് നമ്മുടെ ഈ പ്രോഗ്രാം തീരുമ്പോൾ ഡിസ്പ്ലേ ലൈനിൽ അദ്ദേഹത്തിന്റെ സാറിന്റെ നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ നമ്പർ കാണിക്കും, അതിൽ ബന്ധപ്പെട്ടാൽ മതി. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം സർ. ഈ നമ്മൾ ഫിഷറീസ് വകുപ്പ് സാധാരണയായിട്ട് വീടുകളിലെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട മത്സ്യ കർഷകർക്കായിട്ട് നൽകുന്നതും അതോടൊപ്പം പൊതുജലാശയങ്ങളിൽ നൽകുന്നതുമായ മത്സ്യങ്ങളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കാർപ്പുകളായ രോഹു, കട്ല, മൃഗാൽ, അത്തരത്തിലുള്ള ചൈനീസ് കാർപ്പുകൾ, സിൽവർ കാർപ്പ്, അത്തരത്തിലുള്ള മത്സ്യങ്ങളാണ്. പൊതുവെ നാടൻ മത്സ്യങ്ങൾക്ക്, അതായത് കൂടുതൽ ഡിമാൻഡുള്ള നാടൻ മത്സ്യങ്ങൾ, അതായത് കരിമീൻ, തിരുത തുടങ്ങിയ മത്സ്യങ്ങൾക്ക് അധികം ഒരു പ്രാധാന്യം ലഭിച്ചില്ല എന്നൊരാക്ഷേപം നിലനിൽക്കുന്നു. വകുപ്പ് തീർച്ചയായിട്ടും നാടൻ മത്സ്യങ്ങളെ മത്സ്യസമൃദ്ധി പദ്ധതി ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഈ നാടൻ മത്സ്യം കരിമീനിൻ്റെയും അതുപോലെ വരാലിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളുടെ ലഭ്യത, അത് നമുക്കൊരു കട്ലാരോഗവും മൃഗാലിൻ്റെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് പോലെ അത് ലഭിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കൊമേഴ്ഷ്യലി വളരെ കുറച്ച് നമ്പറുകൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ലഭ്യതയാണ് അതിലൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. എങ്കിലും വകുപ്പ് ഇപ്പോൾ ഈ കരിമീൻ്റെ വർധനവ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഏതാണ്ട് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് 16 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ 1000 തെങ്ങിൽ ഈ മത്സ്യ കരിമീൻ ഹാച്ചറിയുമായി ബന്ധപ്പെട്ട് നടപടികൾ കൊല്ലം ജില്ലയിൽ 1000 തെങ്ങിൽ അതിൻ്റെ നടപടികൾ നടന്നു വരികയാണ്. കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ, കരിമീൻ കുഞ്ഞുങ്ങളെയും നാടൻ മത്സ്യവിഭാഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ നമുക്കത് തീർച്ചയായിട്ടും സഹായിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു മത്സ്യമായിരിക്കും കരിമീൻ. എനിക്ക് ഫിഷറീസ് വകുപ്പ് സംസ്ഥാന മത്സ്യമായി കരിമീനെ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് കരിമീൻ കൃഷി ചെയ്യണമെന്ന് ഒരുപക്ഷെ വലിയ താല്പര്യമുണ്ടായിരുന്നു. എന്തൊക്കെ ആനുകൂല്യങ്ങളായിരിക്കും കരിമീന് വേണ്ടി നൽകാൻ പോകുന്നത്? കരിമീന് വേണ്ടി നമ്മുടെ വകുപ്പിൽ ഇപ്പോൾ മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ തന്നെ അടുക്കള കുളങ്ങൾ ചെറിയ 1 സെൻറ്റ് മുതൽ ഒരു 3 സെൻറ്റ് വരെയുള്ള അതാണ് ഞങ്ങൾ അടുക്കള കുളമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള കുളങ്ങളിലേക്ക് നമ്മൾ കരിമീൻ കുഞ്ഞുങ്ങളെ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള രജിസ്റ്റർ ചെയ്ത് കരിമീൻ കുഞ്ഞുങ്ങളെ ലഭ്യമാക്കുന്നുണ്ട്. അത് സൗജന്യമാണ്? സൗജന്യമാണ്, തീർച്ചയായും പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അത് ചെയ്യുന്ന രീതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടെ കുറച്ചുകൂടെ വലിയ ഏരിയയിൽ നമ്മൾ ഈ കരിമീൻ്റെ വിത്ത് ഉണ്ടാക്കുന്നതിന് ആനുകൂല്യം, വിത്ത് റിയറിങ് യൂണിറ്റുകൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. കൂടാതെ പോണ്ട് കൾച്ചർ കുളങ്ങളിലെ വലിയ ഏരിയയിൽ കരിമീൻ കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ഈ പദ്ധതിയിൽ തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നു വരികയാണ്. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് പ്രധാനമായിട്ടും മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് കരിമീൻ കൃഷിക്കുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഈ ഫ്ലാറ്റ് ഉദാഹരണമായിട്ട് കുളമില്ല, അല്ലെങ്കിൽ ഒരു കൃത്രിമ കുളം ഉണ്ടാക്കണം, അതിലേക്ക് നമുക്ക് വരാം. ഒരു കോളുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സാർ. തൃശ്ശൂരിന് എവിടുന്നാ? നെടുപുഴ എന്ന് പറയും. നെടുപുഴ. പേരെന്താണ്?
എൻ്റെ പേര് ശശി. ശശി ചോദിച്ചോളൂ. സാറുണ്ട്, ചോദിച്ചോളൂ, ചുരുക്കി ചോദിച്ചോളൂ. പറയൂ ശശി. സാറേ, സാർ ഞാൻ തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി, പറഞ്ഞോളൂ. തൃശ്ശൂർ ഈ കുളങ്ങളൊക്കെ റീസിന് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബ്രീഡ് എങ്ങനെ കിട്ടാന്ന് അറിയാനാ കുഞ്ഞുങ്ങളെ അതാത് ജില്ലകളിലെ നമ്മുടെ ഫിഷറീസിൻ്റെ ഓഫീസ്, ജില്ലാ ഓഫീസുകളുണ്ട്. തൃശ്ശൂരിൽ ജില്ലാ ഓഫീസുണ്ട്. ആ ജില്ലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ പഞ്ചായത്തുകളിലും ലഭിക്കും. പഞ്ചായത്തുകളിൽ അക്വാകൾച്ചർ കോർഡിനേറ്റർമാരുണ്ട്. നമ്മുടെ മത്സ്യസമൃദ്ധി പദ്ധതി അവരെ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് അപേക്ഷാപൂർവ്വം കിട്ടും. ഞങ്ങൾ കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിൽ അക്വാകൾച്ചർ കോർഡിനേറ്റർ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. തൃശ്ശൂർ കോർപ്പറേഷൻ അല്ലായെങ്കിൽ നമ്മുടെ ജില്ലാ ഫിഷറീസ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഫിഷറീസ് ഓഫീസ് കോട്ടയമല്ലേ? ശശി, തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഓഫീസുണ്ട്, അയ്യന്തോളാന്ന് തോന്നുന്നു സർ. അയ്യന്തോള, അവിടെ ബന്ധപ്പെട്ടാൽ മതി. ഇനി വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം, നമുക്കൊരു കോൾ കൂടിയുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഞാൻ മത്സ്യകൃഷി വളർത്തുന്ന ആളാണ്. പാലക്കാട് എവിടാ സ്ഥലം? കൊല്ലംകോട്. പേരൊന്ന് പറയൂ. ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ ചോദിച്ചോളൂ. അജയൻ സാറുണ്ട്, ചോദിച്ചോളൂ. മുതലമട പഞ്ചായത്തിലെ ബാലേന്ദ്രൻ പറഞ്ഞോളൂ സാർ. മനസ്സിലായി. ബാലേന്ദ്രൻ ചോദിച്ചോളൂ. സാർ പറയൂ. സാർ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ മത്സ്യസമൃദ്ധിയും ഇതിന് മുമ്പിൽ വന്ന സ്കീമൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റേ വളർത്തുന്നുണ്ട്. പക്ഷെ അതിന് തീറ്റ സബ്സിഡി FFD ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്നില്ല. പാലക്കാട് ജില്ലയിൽ തീറ്റ സബ്സിഡി കിട്ടിയിട്ടില്ല ഇതുവരെ. കുറെ വർഷങ്ങളായി സാർ ഞങ്ങൾ സ്കീം. തീർച്ചയായിട്ടും ഞാനത് അന്വേഷിക്കാം. പാലക്കാട് ജില്ലയിൽ നമ്മുടെ മലമ്പുഴയാണ് നമ്മുടെ ഓഫീസ്. ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്, പക്ഷെ എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്താലും തഴയുകയാണ് അവിടെ. അതിനെക്കുറിച്ച് അന്വേഷിക്കാം. തീർച്ചയായിട്ടും അവിടുത്തെ ഏകദേശം കൃഷിക്കാരുടെയൊക്കെ അനുഭവം. ബാലേന്ദ്രൻ, തീർച്ചയായിട്ടും അത് അന്വേഷിക്കുന്നു. ആ വിഷയം അന്വേഷിക്കാമെന്ന് ഉറപ്പാണ് സാർ തന്നിരിക്കുന്നത്. അന്വേഷിച്ചൊരു പരിഹാരം ഉണ്ടാക്കും ബാലേന്ദ്രൻ. അല്ല, ബാലേന്ദ്രന് അർഹതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ബാലേന്ദ്രൻ, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം സർ. ഇപ്പോൾ ബാലേന്ദ്രൻ്റെ സംശയത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടേ മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകുന്നു, അതോടൊപ്പം തീറ്റ സബ്സിഡിയും നൽകുന്നു. അതെ. എത്ര രൂപ വരെ സബ്സിഡി? നമ്മൾ ഒരു ഹെക്ടറിന് 10,000 രൂപയാണ് ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് സബ്സിഡി ഇനത്തിൽ, മത്സ്യവിത്ത് തീറ്റ ഇനത്തിൽ ഈ പദ്ധതി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലൊരു 4,000-ഓളം രൂപയെന്ന് പറയുന്ന മത്സ്യക്കുഞ്ഞിൻ്റെ വിലയാണ് മത്സ്യക്കുഞ്ഞ്. ബാക്കി വരുന്ന 6,000 രൂപയിൽ അവർ ഇൻഷുറൻസ് വേറുണ്ട്. ഇൻഷുറൻസിൻ്റെ ചേർന്നിട്ടില്ല എങ്കിൽ ബാക്കി പൈസ അവർക്ക് വൗച്ചറുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് തീറ്റ സബ്സിഡി ഇനത്തിൽ അനുവദിച്ചു വരുന്നത്. ഈ പദ്ധതിയിൽ മാത്രം, മത്സ്യസമൃദ്ധി പദ്ധതിയിലാണ് ആദ്യമായിട്ട് തീറ്റ സബ്സിഡി സംസ്ഥാന സർക്കാർ നൽകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ആകസ്മികമായി എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കും. അപ്പോൾ എത്രത്തോളം നഷ്ടപരിഹാരം കൊടുക്കും? ഒരു 10 സെൻറ്റ് കുളം ചെയ്യുന്ന ഒരാൾക്ക് അതിന് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സാധാരണ ഈ മത്സ്യ കൃഷി ഇൻഷുർ ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനികൾ ആരും തന്നെ ധൈര്യം കാണിക്കുന്നില്ല, അവർ മുന്നോട്ട് വരുന്നില്ല. ഇപ്പോഴും നമ്മൾ ഒരു ഹെക്ടറിന് ശുദ്ധജലത്തിലാണെങ്കിൽ 1,00,000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. 1,00,000 രൂപ വരെ. 1,50,000 രൂപ ഒരു ജലത്തിൽ, ചെമ്മീനാണെങ്കിൽ 1,50,000 രൂപയും ധനസഹായമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചെമ്മീനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം സംഭവിച്ചു പോയ ഒന്നാണ് ഈ ആറ്റുവഞ്ചി കൃഷിയും അതോടൊപ്പം തന്നെ അല്ലാത്ത കാരച്ചെമ്മീൻ കൃഷിയൊക്കെ. അതായത് ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു അൾസറേറ്റീവ് എപ്പിസോഡിക് സിൻഡ്രം അതൊക്കെ ബാധിച്ച് ചെമ്മീൻ കെട്ടുകൾ മുഴുവൻ ചത്തുപൊങ്ങി കർഷകർ ഇങ്ങനെ വിലപിച്ചടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നാൽ അത്തരം സംഭവങ്ങൾ കേൾക്കാനില്ല. എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, സാധാരണ നമ്മുടെ ചെമ്മീൻ കൃഷിയിൽ വൈറ്റ് സ്പോട്ട് വൈറസ് രോഗമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മളത് ചെയ്യുന്നത് അങ്ങനെ വൈറസ് ഇല്ലാത്ത ചെമ്മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുവാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം PCR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് തന്നെ നടത്തി വൈറസ് ബാധ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കർഷകർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. എങ്കിലും വൈറസ് രോഗമാണ്, അത് ഏത് സമയത്ത് വേണമെങ്കിലും കൊടുക്കുന്ന സ്റ്റേജിൽ അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഈ പദ്ധതിയിലൂടെ ചെമ്മീൻ കുഞ്ഞുങ്ങളെ ആവശ്യത്തിന് കൊടുക്കാനുണ്ടോ കുഞ്ഞുങ്ങൾ? നമ്മൾ കേരളത്തിൽ ഉൽപ്പാദനം തീർച്ചയായിട്ടും ആവശ്യത്തിന് കൊടുക്കാൻ തികയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഏതാണ്ട് ഒരു 50% പുറത്തുനിന്ന് തന്നെയാണ് ഇപ്പോഴും ആന്ധ്രയും അതുപോലെ തമിഴ്നാട് ഉള്ള ഹാച്ചറികളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമുക്കതിലേക്ക് വരാം. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? ജിജീഷാണ്. ഹലോ, ജിജേഷ്. എവിടുന്നാ ജിജേഷ് വിളിക്കുന്നത്? വള്ളിക്കുന്നം, പത്തനംതിട്ട, മലപ്പുറം ഡിസ്ട്രിക്ട്. ജിജേഷ് ചോദിച്ചോളൂ. അജയൻ സാറുണ്ട്, ചോദിച്ചോളൂ. സാറേ, ഈ അലങ്കാര മത്സ്യകൃഷി പരിശീലനം എവിടെ കിട്ടുക?
അലങ്കാര മത്സ്യകൃഷിയുടെ പരിശീലനത്തിന് ജിജേഷ് മലപ്പുറത്ത് നമ്മുടെ ജില്ലാ ഓഫീസുണ്ട്, പൊന്നാനിയിലാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുക. അവിടെ അവർ പ്രത്യേക ട്രെയിനിങ് ബാച്ചുകളുടെ ഇടയ്ക്ക് നടത്തും. അതുകൂടാതെ നമ്മുടെ ഫിഷറീസ് വകുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിർമ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അവരും അവിടെ രജിസ്റ്റർ ചെയ്യുന്നവർ അതാത് ജില്ലകളിൽ വെച്ച് ട്രെയിനിങ് നടത്തുന്നുണ്ട്. ജിജേഷ് എന്തായാലും ആദ്യമായിട്ട് മലപ്പുറത്തെ ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ജിജേഷ് വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. സർ, ഈ ഇൻഷുറൻസ് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യക്തിഗതമായി അത്തരം കൃഷിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അത് കിട്ടാനുള്ള സാധ്യത? വ്യക്തിഗതമായിട്ട് അവർ ഇപ്പോഴും നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടൊരു മാസ്റ്റർ പോളിസിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം വ്യക്തിഗത ഇൻഷുറൻസുകൾ മത്സ്യകൃഷി രംഗത്ത് ഇൻഷുറൻസ് കമ്പനികൾ ടേക്കപ്പ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് FFDA വഴി അല്ലെങ്കിൽ മത്സ്യസമൃദ്ധി പദ്ധതി വഴി ഉള്ള ഒരു മാസ്റ്റർ പോളിസിയിൽ അവർ അംഗങ്ങളാണ് ഇപ്പോൾ ആനുകൂല്യം നിലവിലുള്ളത്. കാരണം ഈ ഫീൽഡിൽ പലപ്പോഴും ഇൻഷുറൻസ് കമ്പനി കടന്നു വരാനായിട്ട് താല്പര്യം വിമുഖതയുണ്ട്. അതുപോലെ തന്നെ ഈ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു മത്സ്യകർഷക ക്ലബ്ബുകൾ. അതെ, സംസ്ഥാനത്തെ ഏതാണ്ട് 1000-ഓളം വരുന്ന പഞ്ചായത്തുകളിൽ പലരും മത്സ്യകർഷക ക്ലബ്ബുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഒരു ക്ലബ്ബിൽ ഏകദേശം 10 മുതൽ 15 വരെ അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു സംഘബലത്തിൻ്റെ ഒരു പ്രയോജനം ഈ കൃഷിയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. അല്ല, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ക്ലബ്ബുകൾ, ആ ക്ലബ്ബുകൾക്ക് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ഗവൺമെൻറ് ക്ലബ്ബുകൾ കെട്ടിടം ഉൾപ്പെടെയുള്ളത് 5 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ നൽകുന്നുണ്ട്. കൂടാതെ ഏതാണ്ട് 908 പഞ്ചായത്തുകൾ, ലോക്കൽ ബോഡികൾ നമ്മുടെ ഈ പദ്ധതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ എല്ലാം തന്നെ അവിടെ അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാർ അതുപോലെ കർഷകർ എല്ലാം കൂടി ചേർത്താണ് നമ്മൾ മത്സ്യകർഷക ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് ഒരു പഞ്ചായത്ത് ലെവലിൽ വളരെ നല്ലൊരു പിന്തുണയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ ഇപ്പോൾ ലഭിച്ചു വരുന്നത്. വളരെ നന്ദി. നമുക്കൊരു കോൾ കൂടിയുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ ആരാണ്? സാർ, ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തെക്കേക്കര എന്നാണ്. മാവേലിക്കര തെക്കേക്കര, പേര് പറയാമോ? എന്റെ പേര് സുരേഷ്. സുരേഷ്, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. സാർ, നമ്മുടെ ഈ തരിച്ചിറക്കുന്ന നിലത്തില് കുളം കുത്തിയിട്ട് നമുക്ക് മത്സ്യകൃഷി നടത്തുന്നതിന് സുരേഷ് തരിച്ചു കിടക്കുന്ന നിലത്തില് അപ്പോൾ അങ്ങനെ നിലം കുത്താൻ പോകുമ്പോഴേ അത് നെൽകൃഷിക്ക് അനുയോജ്യമാണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത്. നെൽകൃഷിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കുളം കുത്തിയാൽ അതിന് ആനുകൂല്യം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കത്തില്ല. പക്ഷേ നെൽകൃഷി ചെയ്യാൻ അനുയോജ്യമല്ല എന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അത്തരത്തിൽ അത് മത്സ്യക്കുളമായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഫിഷറീസ് വകുപ്പ് നൽകുന്നുണ്ട്. സാറേ, അതുപോലെ തന്നെ ഈ നിലത്തിനോട് ചേർന്നുള്ള പുരയിടം, പ്രമാണത്തിൽ പുരയിടം എന്നുള്ള ആ സ്ഥലത്ത് കുളം കുത്തുന്നതിന് സഹായം വല്ലതും കിട്ടുമോ? അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ അനുയോജ്യത അത് ഫീസിബിൾ ആണെന്നെങ്കിൽ അത് ബന്ധപ്പെട്ട മത്സ്യ കർഷക വികസന ഏജൻസിയുടെ ഉദ്യോഗസ്ഥർക്ക് അത് സമീപിച്ചു കഴിഞ്ഞാൽ അവർ ആ സ്ഥലം നോക്കും. അത് ഫീസിബിലിറ്റി ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ്. ഹലോ, മനസ്സിലായല്ലോ? വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. നമുക്കൊരു കോൾ കൂടിയുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ ആരാണ്? ഇത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് ഉണ്ണികൃഷ്ണനാണ് സാർ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സാറുണ്ട്. ഈ കൃത്രിമ കുളത്തിൽ ഈ കരിമീൻ കൃഷി ചെയ്യാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനെന്തെങ്കിലും രോഗങ്ങൾ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? ഉണ്ണികൃഷ്ണ, കരിമീൻ കൃഷി കൃത്രിമ കുളമെന്ന് ഉദ്ദേശിക്കുന്ന പടുതാ കുളങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സിമെന്റ് ടാങ്കുകളൊക്കെ ആയിരിക്കാം. പടുതാ കുളങ്ങളിലും ഒക്കെ ഈ കരിമീൻ കൃഷി ചെയ്യാം. പക്ഷേ അത് സാധാരണ നമ്മുടെ നാച്ചുറൽ കുളങ്ങളിൽ ചെയ്യുന്ന അത്ര അനുയോജ്യമായ രീതിയിലുള്ള ഉൽപ്പാദന വർധനവ് അല്ലെങ്കിൽ അത് ഉണ്ടാകത്തില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ കൃഷി പടുതാ കുളങ്ങളിലൊക്കെ നന്നായിട്ട് കരിമീൻ കൃഷി ചെയ്യുന്ന ധാരാളം കർഷകർ നമ്മുടെ ഈ പദ്ധതിയിൽ തന്നെ അംഗങ്ങളാണ്. പിന്നെ കരിമീനെ പോലെയുള്ള നമ്മുടെ നാടൻ മത്സ്യങ്ങൾ സാധാരണഗതിയിൽ വളരെ രോഗങ്ങളോട് ചേർത്ത് നൽകാൻ സാധാരണപ്പെട്ട രോഗങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല. എന്നാൽ മാസമായിട്ടുള്ള വൈറസ് രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം നിലവിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ചെയ്യാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോഴിക്കോട് ട്രെയിനിങ് സെന്റർ ഇവിടെയുണ്ടോ കരിമീൻ കൃഷി? കോഴിക്കോട് നമ്മുടെ ഫിഷറീസിൻ്റെ ഓഫീസ് വെസ്റ്റ് ഹില്ലിലാണ്. വെസ്റ്റ് ഹില്ലിൽ ബന്ധപ്പെടുക. ഉണ്ണികൃഷ്ണൻ, വെസ്റ്റ് ഹിൽ ഓഫീസുമായി ബന്ധപ്പെടുക. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. ഒരു കോൾ കൂടിയുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ ആരാണ്? ഹലോ, പേര് പറയാമോ? ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. പ്രതാപൻ. പ്രതാപൻ, സ്ഥലം എവിടാണ്? ഞാൻ കാട്ടാക്കട, തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം. പ്രതാപൻ ചോദിച്ചോളൂ. അജയൻ സാറുണ്ട്, ചോദിച്ചോളൂ. ഹലോ, പറയൂ പ്രതാപൻ. എനിക്ക് കണ്ടള കുറച്ച് സ്ഥലമുണ്ട്, പക്ഷെ കുളമില്ല. എനിക്ക് 10 by 10 ഒരു പോണ്ടുണ്ട്.
ഞാൻ കിട്ടിയതാണ്. ഐ മീൻ ടാങ്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് മീൻ വളർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനകത്ത് നമുക്കൊരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ മത്സ്യകൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കുളത്തിൽ ആവശ്യത്തിന് വെള്ളം ലഭ്യത ഉണ്ടെങ്കിൽ നമുക്ക് കരിമീനെ കൃഷി ചെയ്യാം. അതല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ഒരു മിനിമം നമ്പർ അത് അതിനകത്ത് നമുക്ക് മത്സ്യം വളരും. ഒരു 2-2.5-3 അടി വെള്ളം നിലനിർത്തണമെന്നുണ്ട്. എത്ര 2 അടിയാ? അപ്പം തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷെ വളരെ കുറച്ച് നമ്പർ ഇടാൻ പറ്റും. കരിമീന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കമലേശ്വരത്തുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. കമലേശ്വരം. എത്ര മാസമാണ് കരിമീനിന്റെ ലൈവ്? സാധാരണഗതിയിൽ നമ്മൾ പിടിച്ചെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 മുതൽ 10 മാസം വരെ വളർത്തിയാൽ മതി. അതല്ല അത് ആ പീരീഡിൽ പിടിച്ചെടുക്കാം. പ്രതാപൻ, ഇന്നു മുതൽ കരിമീൻ കൃഷി ആരംഭിക്കാം. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം സർ. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒത്തിരി ചെറുപ്പക്കാർ ചേർന്ന് കേരളത്തിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സമയാസമയങ്ങളിൽ വളരുന്ന മത്സ്യത്തെ പിടിച്ച് വിപണനം ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് പിടിക്കാൻ വിപണനത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സഹായം, ഇപ്പോൾ ഒരു വലിയ കുളത്തിൽ ഒരു മത്സ്യം പെട്ടെന്ന് കൊയ്യണം എന്ന് തോന്നിപ്പോയാൽ അതിനെന്തെങ്കിലും സഹായം. അതോടൊപ്പം തന്നെ ഈ മത്സ്യഫെഡ് പോലെയുള്ള ഏജൻസികളാണല്ലോ വിപണനത്തിന്. അപ്പോൾ അവർ മിൽമ ബൂത്ത് പോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷേ പ്രവർത്തനരഹിതമാണ്. അല്ല, മത്സ്യഫെഡ് മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ഇടപെടുന്നു തുടങ്ങിക്കഴിഞ്ഞ്. നേരത്തെ പോലെ വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും. പക്ഷേ ഇപ്പോഴും ഈ വർഷത്തെ ബഡ്ജറ്റിൽ ധാരാളം ഇതുപോലെയുള്ള ബൂത്തുകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിർമ്മിക്കാനായിട്ടുള്ള ബഡ്ജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ കേരളത്തിൽ ഇപ്പോൾ ഈ മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ഏതാണ്ട് 60,000 പേര് ആ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ആ ഗുണഭോക്താക്കളിൽ ഏതാണ്ട് 40,000-ഓളം ആളുകളും 20 സെൻറ്റ് 1 മുതൽ 20 സെൻറ്റ് വരെയുള്ള ആളുകളാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വിൽപ്പന എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. അവരുടെ ലോക്കലായിട്ട് തന്നെ അത് വിറ്റഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ പാടശേഖരങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. പാടശേഖരത്തിൽ മൊത്തത്തിൽ മത്സ്യം വരുമ്പോഴത്തേക്ക് അത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ഏജൻസിനെ കണ്ടുപിടിച്ച് കൊടുക്കും. എന്തായാലും നിലവിൽ നമ്മുടെ ഈ പദ്ധതിയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായില്ല. ധാരാളം നല്ല വിലയും കർഷകർക്ക് ഈ മത്സ്യങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഉറപ്പ് നൽകാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷി ദർശൻ. ആരാണ്? എൻ്റെ പേര് നന്ദകുമാറാണ്. നന്ദകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, എവിടെ നിന്നാണ് നന്ദകുമാർ വിളിക്കുന്നത്? എറണാകുളം. എറണാകുളത്ത് എവിടെ? പനങ്ങാട്. ഫിഷറീസ് കോളേജിന്റെ അടുത്താണല്ലോ. ഫിഷറീസ് കോളേജിന്റെ അടുത്താണ്. അതെ, നന്ദകുമാർ ചോദിച്ചോളൂ. ഞാൻ ഈ കാലകൃഷി ചെയ്തിരുന്നതാണ് 2001-2002. അപ്പോൾ വൈറസ് ബാധ പിന്നീട് ഗുണമായില്ല. ഇപ്പോഴെന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞ് ഞാൻ നിർത്തി. ഇപ്പോ ഈ സാധാരണ ട്രഡീഷണൽ പാറ്റേൺ പിന്നെ നടത്തിയിരുന്നത്. ഇനിയിപ്പോ ഈ വനാമിയോ അതല്ലെങ്കിൽ മീനോ അതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ്, അത് എറണാകുളം ഹൈക്കോടതിക്ക് സമീപമാണ്. അറിയാമല്ലോ. അവിടെ ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ അനുയോജ്യമായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യാനുള്ള സഹായങ്ങൾ അവർ ചെയ്തു തരും. നന്ദകുമാർ, ഹലോ, ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. വിളിച്ചതിന് നന്ദി. സർ, ഈ പുതിയ ധാരാളം മത്സ്യങ്ങൾ, അതായത് കേരളീയരുടെ പരിചയത്തിലോ അനുഭവത്തിലോ വരാത്ത ധാരാളം മത്സ്യങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പുതിയ മത്സ്യം ഗ്രാസ് കാർപ്പ്, പുല്ല് മാത്രം തിന്നുന്ന മത്സ്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ റീബ, അങ്ങനെയുള്ള മത്സ്യങ്ങൾ. പിന്നെ കുറച്ചെങ്കിലും പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പലപ്പോഴും കാണാതെ കളാഞ്ചി, അത്തരത്തിലുള്ള കൃഷികൾ ധാരാളം വ്യാപകമാകുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ല, അത് നമ്മൾ ഈ ഗ്രാസ് കാർപ്പൊക്കെ നിലവിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കർഷകർ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ കുഞ്ഞുങ്ങളെ ലഭ്യം അനുസരിച്ച് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ ഏതെല്ലാം വെറൈറ്റി മത്സ്യങ്ങൾ, അതായത് ഇപ്പം നമ്മൾ വനാമിയുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ, അതുപോലെ ഗിഫ്റ്റ് തിലാപ്പിയ, ഇങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില നിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ച് അതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ തന്നെ സംസ്ഥാന സർക്കാർ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ചെയർമാനുള്ള കമ്മിറ്റി തന്നെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ ഇവിടുത്തെ സാധ്യതകൾ വനാമികയും അതുപോലെ ഗിഫ്റ്റ് തിലാപ്പിയും ഒക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ ഇടയ്ക്ക് മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ കർഷകർക്കായി അല്ലെങ്കിൽ മത്സ്യപ്രേമികൾക്കായി ഫിഷറീസ് വകുപ്പ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഗാർഹിക മാലിന്യവും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചില മത്സ്യങ്ങൾ, ഉദാഹരണത്തിന് മലേഷ്യൻ വാള ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ നൽകുന്നവ, അത് പദ്ധതി അത്തരത്തിലുള്ള പദ്ധതി ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണനയിലിരിക്കുന്നൊരു വിഷയമാണ്. അത് ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ മത്സ്യ കർഷക ക്ലബ്ബുകളിൽ അംഗമാകാൻ, അതല്ലെങ്കിൽ ഈ
ശുദ്ധജല മത്സ്യകർഷക വികസന ഏജൻസിയിൽ ചെന്ന് ഒരു മെമ്പർഷിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങാനോ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴേ എല്ലാ ജില്ലകളിലും ജില്ലാ ഓഫീസുകൾ ഫിഷറീസിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട്, മത്സ്യകർഷക ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് അപേക്ഷാപത്രം സൗജന്യമായിട്ട് ലഭിക്കും. അത് വാങ്ങി പൂരിപ്പിച്ച് അവിടെ കൊടുത്താൽ മതി. അതുകൂടാതെ നമ്മുടെ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള പഞ്ചായത്തുകളെല്ലാം അക്വാകൾച്ചർ കോർഡിനേറ്റർമാരെന്ന ഒരാളിനെ ഈ വകുപ്പ് മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ബന്ധപ്പെട്ടാലും അദ്ദേഹം ഈ അപേക്ഷാപത്രം പഞ്ചായത്തുകളിൽ ലഭ്യമാക്കും. എല്ലാ ജില്ലകളിലും അത് ലഭ്യമാണ്, സൗജന്യമാണ്. അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്താൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നൽകുന്നതാണ്. വളരെ സമൃദ്ധമായ മാംസ്യം കിട്ടുന്ന മത്സ്യങ്ങളാണ്. മത്സ്യവിഭാഗത്തിൽപ്പെടുന്ന കല്ലുമ്മക്കായ, ചിപ്പി, മുരിങ്ങ മുതലായ കൃഷി. അത്തരം ധാരാളം ഇപ്പോൾ കായൽ സമീപവാസികൾ, കായലോരത്ത് താമസിക്കുന്ന കർഷകർക്ക് വളരെ അനായാസമായി ചെയ്യാൻ കഴിയുന്ന കൃഷി. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ട്? നിലവിൽ നമ്മുടെ ഈ പദ്ധതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഏതാണ്ട് ഞങ്ങൾ 1000ഓളം യൂണിറ്റ് ഉള്ളതിൽ 850ഓളം യൂണിറ്റ് കാസർഗോഡ് ജില്ലയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കൊല്ലം ജില്ലയിലും ഒക്കെ ഈ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. അതിന് ധനസഹായവും നൽകുന്നുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സാറ് വളരെ ദീർഘനാളായി ഈ പദ്ധതിയുടെ ചുമതലക്കാരനായിരിക്കുന്നവരാണ്. നാളിതുവരെയുള്ള ഒരു അനുഭവത്തിൽ ഈ നമ്മുടെ കർഷകർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം? കർഷകർക്ക് മത്സ്യകൃഷി ചെയ്യാൻ അനുയോജ്യമായ ജലാശയമുള്ള മുഴുവൻ കർഷകരും ഈ രംഗത്തേക്ക് വളരെ അനായാസമായിട്ട് കടന്നു വന്ന് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്, ലാഭകരമാണ്. അങ്ങനെ കടന്നു വരണം. നമ്മുടെ ഉൾനാടൻ മത്സ്യകൃഷി, ഈ മത്സ്യസമ്പത്തും ഭക്ഷ്യസുരക്ഷയ്ക്ക് അത് വളരെ സഹായകരമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ അതിഥിയുടെ വിലാസം അറിയാൻ താല്പര്യമുണ്ടാവും. വിലാസം വായിക്കാം. എസ് അജയൻ, അഡീഷണൽ ഡയറക്ടർ ആൻഡ് സ്പെഷ്യൽ ഓഫീസർ, മത്സ്യസമൃദ്ധി പദ്ധതി, വികാസ് ഭവൻ, തിരുവനന്തപുരം. 944 73 80 75 90078. നമുക്ക് ഇത് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങേ സംബന്ധിച്ചിടത്തോളം വളരെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയധികം പ്രേക്ഷകർ പ്രതികരിച്ച ഒരു പ്രോഗ്രാം അടുത്ത നാളുകളിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും അങ്ങേക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോടൊത്ത് അല്പസമയം ചിലവഴിക്കാൻ കിട്ടിയ ഞങ്ങളുടെ ധന്യതയായി ഞങ്ങൾ കരുതുന്നു. എന്തായാലും കൃഷിദർശൻ പരിപാടി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈദ് ആശംസകളും നേരുന്നു. കൃഷിദർശൻ പരിപാടി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൃഷി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വിളിക്കുവാൻ മറക്കരുത്. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:30 DD കേരളം ചാനൽ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 42 കോടി രൂപയുടെ ഹൈടെക് ഹരിതഗ്രാമം പദ്ധതി. പശുക്കുട്ടി പരിപാലനത്തിന് ഗോവർദ്ധനിയിലൂടെ ധനസഹായം. ഗ്രാമീണ കണ്ടുപിടുത്തങ്ങളെ നബാർഡ് പ്രോത്സാഹിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കൃഷിവകുപ്പിന്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും ആഭിമുഖ്യത്തിൽ 42 കോടി രൂപയുടെ ഹൈടെക് ഹരിതഗ്രാമം പദ്ധതി നടപ്പാക്കുന്നു. സംസ്ഥാനത്തെ 14 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുക. ഓരോ പഞ്ചായത്തിലും 100 വീടുകളിൽ 1 കിലോവാട്ടിന്റെ സോളാർ പാനൽ, 100 വീടുകളിൽ 10,000 ലിറ്റർ ശേഷിയുള്ള മേൽക്കൂരയിലെ മഴവെള്ള സംഭരണി, 1500 വീടുകളിൽ ദിനംപ്രതി 1.5 കിലോഗ്രാം മാലിന്യം സംസ്കരിക്കുന്ന റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ, 500 വീടുകളിൽ ബയോഗ്യാസ് യൂണിറ്റുകൾ എന്നിവയും 150 ഹെക്ടറിൽ വാഴകൃഷിയും 60 ഹെക്ടറിൽ പച്ചക്കറി കൃഷിയും നടപ്പാക്കും. കൂടാതെ ഹൈടെക് ഫാമിംഗ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി കൃഷിക്ക് പോളി ഹൌസുകളും ഉണ്ടാക്കും. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ ജൂലൈ 29-30 തീയതികളിൽ ആട് വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. പേര് രജിസ്റ്റർ ചെയ്യേണ്ടതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479 245 2277.
പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നല്ല ഇനം പശുക്കുട്ടികളെ ശാസ്ത്രീയമായി പരിപാലിച്ച് വളർത്തുന്നതിന് കർഷകർക്ക് മൃഗസംരക്ഷണ വകുപ്പ് ഗോവർദ്ധിനി പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. 1 ലക്ഷം പശുക്കുട്ടികൾക്കാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം നൽകുന്നത്. 4 മുതൽ 9 മാസം വരെ പ്രായമുള്ള സങ്കരവർഗം പശുക്കുട്ടികൾക്ക് 32 മാസം വരെ പകുതി വിലയ്ക്ക് കാലിത്തീറ്റ, വിരമരുന്നുകൾ, ധാതു ലവണ മിശ്രിതം എന്നിവ നൽകും. 6 മാസത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധനയും നടത്തും. ആകസ്മിക മരണങ്ങൾക്ക് ഇൻഷുറൻസും ലഭിക്കും. ഏകദേശം 19,500 രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയുടെ ഗുണഭോക്താവാകാൻ താൽപ്പര്യമുള്ളവർ അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണം. തിരുവനന്തപുരം പാലോട് പ്രവർത്തിക്കുന്ന ഓയിൽ പാം റിസർച്ച് ഡയറക്ടറേറ്റിലേക്ക് സീനിയർ റിസർച്ച് ഫെലോ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളുടെ വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജൂലൈ 31 രാവിലെ 10 മണിക്ക് പാലോട് ഓയിൽ പാം റിസർച്ച് ഡയറക്ടറേറ്റിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0472 284 0221. ഗ്രാമീണ മേഖലയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നബാർഡ് സാമ്പത്തിക സഹായം നൽകുന്നു. 60 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഉൽപ്പന്നങ്ങൾ, സാങ്കേതികവിദ്യ, വിജ്ഞാന വ്യാപന പ്രക്രിയകൾ എന്നിവയ്ക്ക് ധനസഹായം നൽകും. വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാം. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇതിൽ പങ്കാളിയാകാം. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലകളിലെ നബാർഡ് ഓഫീസുമായോ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസുമായോ ബന്ധപ്പെടണം. ഫോൺ 0471 2701727. കണ്ണൂർ ജില്ലാ മൃഗാശുപത്രി കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈ 30, 31 തീയതികളിൽ തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ജൂലൈ 29 പേര് രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പ്രവേശനം. ഫോൺ 0497 276 3473. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 15,300 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 16,300, തൃശൂർ 15,350 രൂപ. കൊപ്ര കൊച്ചി 10,600, കോഴിക്കോട് 10,950, തൃശൂർ 10,265. കുരുമുളക് അൺഗാർബിൾ 72,000 രൂപ, കുരുമുളക് ഗാർബിൾ 75,000 രൂപ. ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, ഈറോഡ് 7,200. അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,100, റബ്ബർ RSS 4 ഗ്രേഡ് 13,800. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,150, റബ്ബർ RSS 4 ഗ്രേഡ് 13,800. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 15,300 രൂപ, കൊപ്ര 10,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾ 72,000, കുരുമുളക് ഗാർബിൾ 75,000. ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 275-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 475-നും മധ്യേ. ജാതിപത്രി 750-നും 900-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,025-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,800 രൂപ. ഒട്ടുപാൽ 8,900 രൂപ, ലാറ്റക്സ് 9,800 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിലെ ആധിപത്യം ഹൈറേഞ്ച് ശക്തമാക്കുന്നു. ഇടുക്കിയിലെയും വയനാട്ടിലെ പുൽപ്പള്ളി ബത്തേരി ഭാഗങ്ങളിലെയും സ്റ്റോക്കിസ്റ്റുകൾ ഉയർന്ന വിലക്ക് വേണ്ടി ചരക്കിൽ പിടിമുറുക്കി. കുരുമുളക് വില 3/4 ലക്ഷത്തിലേക്ക് ഉയർന്നെങ്കിലും ചരക്ക് ക്ഷാമം രൂക്ഷമാണ്. കൊപ്രയാട്ട് വ്യവസായികൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ചരക്ക് സംഭരണം തുടരുന്നു. മികച്ച ഇനം കൊപ്ര 10,600-ലാണ്. ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഓർഡർ ഉണ്ടക്കൊപ്ര വില 12,800-ലേക്ക് ഉയർത്തി. പ്രമുഖ ലേലകേന്ദ്രങ്ങളിലെല്ലാം ഈ വാരം ഏലക്ക മികവിലാണ്. ഇന്ന് വണ്ടമേട്ടിൽ നടന്ന ലേലത്തിൽ കയറ്റുമതിക്ക് അനുയോജ്യമായ ചരക്കിന് കിലോ 1,073 രൂപ ഉറപ്പുവരുത്തി. സീസണാണെങ്കിലും ഏലത്തിന്റെ ലഭ്യത ഉയർന്നില്ല. ടയർ വ്യവസായികൾ മാസാന്ത്യമായതോടെ സംസ്ഥാനത്ത് റബ്ബർ മാർക്കറ്റിൽ നിന്ന് പിൻവലിഞ്ഞു. വ്യവസായികളുടെ പിന്മാറ്റം മൂലം
ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 138 രൂപയിലാണ് 4ാം ഗ്രേഡ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.2, 23.3. കൊച്ചി 31.4, 23. ആലപ്പുഴ 30.8, 22.6. പുനലൂർ 32.5, 22.2. തിരുവനന്തപുരം 31.5, 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.